ബസ് സ്റ്റോപ്പിൽ ഡെയിലി കാണാറുള്ള ആ പെൺകുട്ടിയോട് നികേഷിന് പ്രണയം തോന്നി തുടങ്ങുവാണ്. അങ്ങനെ അവൻ തൻ്റെ ഇഷ്ടം പറയാനായി അവളുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ അതിനു മുമ്പ് അവള് വന്ന്, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഏട്ടൻ സുധീഷിനെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അത് കേട്ട് നികേഷ് ആകെ വിഷമിച്ച് അവിടെ നിന്ന് പോവാണ്. വീട്ടിൽ ചെന്ന് ഗായത്രിക്കിഷ്ടം സുധീഷ് ഏട്ടനോടാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നികേഷ് പറയുന്നുണ്ട്. അത് കേട്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാടുവാണ് സുധീഷ്. എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടി പോയല്ലോ, അതാ പ്രശ്നം. പിന്നെ നാട്ടിൽ മൊത്തം അറിയാലോ എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം, അവൾ മാത്രം അറിഞ്ഞില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഇല്ല, ഗായത്രിക്ക് അതറിയില്ല. അല്ലെങ്കിലും നല്ല ആണുങ്ങളെയൊന്നും പെൺകുട്ടികൾക്ക് പിടിക്കില്ലല്ലോ. ഇനി ഞാൻ ആ പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറയുവാണ് നികേഷ്. ഇതൊക്കെ കേട്ടാകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് നിധി. അത് മനസ്സിലായ സുധീഷ് അവളുടെ പൊസസീവ്നെസ് പുറത്തു വരാൻ വേണ്ടി ഗായത്രിയോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം മുതൽ സുധീഷ് ഗായത്രിയെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് കണ്ട് നമ്പറൊക്കെ കൈമാറി പരിചയപ്പെടുവാണ്. അതിനുശേഷം ഡെയിലി അവളോട് സ്നേഹത്തോടെ സംസാരിക്കുകയും അവളെ കാറിൽ ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുവാണ് നിധി. ഇത് അവസാനം പ്രശ്നമാകുമെന്നും ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞ കാര്യം അവളുടെ അടുത്ത് പറയണമെന്നും നികേഷും ഹരീഷും നിധിയൊക്കെ ഒരുപാട് സുധീഷിനെ ഉപദേശിക്കുവാണ്. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞ് അവളെ ഡെയിലി വിളിച്ച് ഇഷ്ടത്തോടെ സംസാരിക്കുവാണ് സുധീഷ്. അവസാനം അവൾ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ സുധീഷ് ഗായത്രിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുവാണ്. ബസ് സ്റ്റോപ്പിൽ വെച്ച് നികേഷിന്റെ അടുത്തേക്ക് ഗായത്രി വരുവാണ്. നിങ്ങളുടെ ഏട്ടൻ ഇന്ന് വന്നില്ലല്ലോ എന്ന് അവള് ചോദിക്കുമ്പോ, അറിയില്ല, നമ്പർ കയ്യിലില്ലേ, നിനക്ക് തന്നെ വിളിച്ച് ചോദിച്ചൂടെ എന്ന് നികേഷ് ചോദിച്ചു. ഞാൻ ഫോൺ ചെയ്താ സുധീഷ് ഏട്ടൻ എടുക്കുന്നില്ല. അദ്ദേഹം ഇപ്പോ എന്റെ ബോയ് ഫ്രണ്ട് ആണ്. എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഗായത്രി മറുപടി കൊടുത്തു. അത്രയ്ക്ക് വളർന്നോ? അത് ഞാൻ അറിഞ്ഞില്ല. എന്താ സുധീഷ് ഏട്ടനെ ബോയ് ഫ്രണ്ടായി ചൂസ് ചെയ്യാനുള്ള കാരണം? എന്നെ പോലെ കോളേജിൽ പഠിക്കുന്ന പയ്യന്മാരെ തനിക്ക് പറ്റില്ലേ എന്ന് നികേഷ് ചോദിക്കുവാണ്. സുധീഷ് ഏട്ടൻ ഭയങ്കര സ്റ്റൈലാണ്, ഫണ്ണായി സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ടാ ഞാൻ അദ്ദേഹത്തെ ചൂസ് ചെയ്തേ. പിന്നെ ജോളിയായി സംസാരിക്കും. എന്നെ കാറിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നേരം പോകുന്നതേ അറിയത്തില്ല. ഇപ്പൊ എന്താന്നറിയില്ല, എത്ര വിളിച്ചിട്ടും എടുക്കുന്നില്ല. ഇനി എങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കും എന്ന് ഗായത്രി ചോദിക്കുവാണ്. ബോയ് ഫ്രണ്ട് ആണത്രേ. എന്റെ ഏട്ടത്തി ഇരിക്കുമ്പോഴാണ് നിന്റെ ബോയ് ഫ്രണ്ട്. എല്ലാം ഞാൻ ഇന്ന് അവസാനിപ്പിച്ച് തരാം എന്നു മനസ്സിൽ തീരുമാനിച്ച നികേഷ് അവളുടെ അടുത്തേക്ക് വന്നു. സുധീഷ് ഏട്ടനെ കാണണമെങ്കിലേ എന്റെ കൂടെ വന്നോളൂ, ഞാൻ കാണിച്ചു തരാം എന്നു പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാണ് നികേഷ്. ഏട്ടാ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്ക് എന്ന് നികേഷ് പറഞ്ഞപ്പോ ഗായത്രിയെ കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് സുധീഷ്. അവളെ എന്തിനാടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ, ഞാൻ വിളിച്ച എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തെ? എത്ര തവണ വിളിച്ചു, എന്തിനങ്ങനെ ചെയ്തേ എന്ന് ഗായത്രി ചോദിക്കുവാണ്. ആരാടാ ഇവള് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുമ്പോ, ഏട്ടാ, ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു പെണ്ണ് നോക്കാറില്ലേ, അവളാ ഇവള് എന്ന് നികേഷ് മറുപടി കൊടുത്തു. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്നെ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നേ? അതിന്റെ കാരണം പറയ് എന്ന് അവള് ചോദിക്കുവാണ്. എന്ത് ലവ്വോ? എന്താടാ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിച്ച് സുഭാഷ് ദേഷ്യപ്പെടുവാണ്. ഏട്ടാ, അങ്ങനെയൊന്നുമില്ല, ഇതൊരു പൊട്ടിപ്പെണ്ണ, വെറുതെ പറയുന്നതാ എന്ന് സുധീഷ് പറഞ്ഞപ്പോ, ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല, നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെട്ടല്ലേ സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ എന്ന് ചോദിക്കുവാണ് ഗായത്രി. നീ വാ ഗായത്രി, നമുക്ക് തനിച്ചു നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് സുധീഷ് അവളെ മാറ്റി നിർത്തി സംസാരിക്കുവാണ്. എന്താ സുധീഷ് ഇങ്ങനെ? ഇതെല്ലാം നിധി അറിയുമ്പോ അവൾ എന്താ വിചാരിക്ക എന്ന് സുഭാഷ് ചോദിക്കുമ്പോ, ഇതെല്ലാം വേണ്ട വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം വോൺ ചെയ്തതാ. ഏട്ടൻ കേട്ടില്ല, അനുഭവിക്കട്ടെ. വാ നികേഷേ, നിന്നെ ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം എന്നു പറഞ്ഞ് ഹരീഷ് വിളിക്കുവാണ്. ഇല്ല ഏട്ടാ, ഞാൻ ഇന്ന് കോളേജിൽ ലീവാ. ഇവിടെ എന്ത് നടക്കുമെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇനി കോളേജിൽ പോകുന്നുള്ളൂ എന്നു പറഞ്ഞ് നികേഷ് അവിടെ തന്നെ ഇരിക്കുവാണ്. അതേസമയം ഗായത്രിയോട് ദേഷ്യപ്പെടുവാണ് സുധീഷ്. ഇപ്പൊ എന്തിനാ നീ എന്റെ വീട്ടിലേക്ക് വന്നേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ പ്രശ്നമായത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ, എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല, എനിക്കെത്ര സങ്കടമായെന്നറിയോ എന്ന് ചോദിക്കുവാണ് ഗായത്രി.
നീ എന്തിനാ ഏട്ടൻ്റെ അടുത്ത് ലവ് ആണെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഏട്ടൻ എന്ത് വിചാരിച്ചു കാണും എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ലവ് എന്നല്ലാതെ പിന്നെന്താ പറയേണ്ടത്? നിങ്ങൾ പലതവണ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ. എന്താ ഇപ്പോൾ ഞാൻ സുന്ദരിയല്ലെന്ന് തോന്നുന്നുണ്ടോ? അതോ എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഗായത്രി ചോദിക്കുവാണ്. നോക്ക് ഗായത്രി, നീ ചെറിയ പെണ്ണാണ്. നിന്നേക്കാൾ 10-13 വയസ്സ് മൂത്തവനാ ഞാൻ. നമുക്കിടയിൽ ഇതൊന്നും സെറ്റാവില്ല എന്ന് സുധീഷ് മറുപടി കൊടുത്തു. എനിക്കിതൊന്നും പ്രശ്നമല്ലെങ്കിലോ, നിങ്ങളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ ഞാൻ സംസാരിച്ചത്. എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കല്ലേ. ഇത്രയും നാൾ സംസാരിച്ചിട്ട് പെട്ടെന്ന് മിണ്ടാതിരുന്ന എനിക്കത് ഫീലായി എന്ന് പറയുവാണ് ഗായത്രി. നമുക്കിടയിൽ ലവ് സെറ്റാവില്ല, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നു പറഞ്ഞ് സുധീഷ് ദേഷ്യപ്പെടുവാണ്. ഇതൊക്കെ സുഭാഷ് ഏട്ടൻ ദൂരെ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം മോളെ, എടാ സുധീഷേ, ഇവിടെ എന്താ നടക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് സുഭാഷ് ഏട്ടൻ ചോദിച്ചു. ഞാൻ പറയാം, എനിക്ക് ഇദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. ഇത്രയും നാള് സുധീഷ് ഏട്ടൻ എന്നോട് ഫോണിലൂടെ ഇഷ്ടത്തോടെയാ സംസാരിച്ചുകൊണ്ടിരുന്നേ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്യുക. എനിക്ക് വളരെ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. പ്ലീസ് ഏട്ടാ, ഇദ്ദേഹത്തെ എപ്പോഴും സംസാരിക്കുന്നത് പോലെ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാൻ പറയ്. അങ്ങനെ ഗായത്രി പറഞ്ഞത് കേട്ട് സുഭാഷ് ഏട്ടൻ സുധീഷിനെ ദേഷ്യത്തിൽ നോക്കി. നീ ആദ്യം ഒന്ന് പോ ഗായത്രി, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടാൻ നോക്കുവാണ് സുധീഷ്. ഇല്ല, ഞാൻ എങ്ങും പോവില്ല. നിങ്ങൾ പഴയതുപോലെ എന്നോട് സംസാരിക്കാമെന്ന് പറ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവാം എന്ന വാശിയിൽ നിൽക്കുവാണ് ഗായത്രി. നോക്കുമോളെ, സുധീഷിന്റെ കല്യാണം കഴിഞ്ഞതാ എന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞത് കേട്ട് ഗായത്രി ആകെ ഞെട്ടിപ്പോവാണ്. ഇവൻ എങ്ങനെയാ മോളെ നിന്നെ ലവ് ചെയ്യുന്നത്? എടാ, നിന്റെ കല്യാണക്കാര്യം നീ ഇവളോട് പറഞ്ഞില്ലേ എന്ന് സുഭാഷ് ചോദിച്ചു. ഇല്ല ഏട്ടാ, പറയാനിരുന്നതാ എന്ന് സുധീഷ് പറയുമ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുവാണ് ഗായത്രി. കഴിഞ്ഞു, 8 മാസം കഴിഞ്ഞു. വൈഫും ഈ വീട്ടിൽ തന്നെയാ താമസം. അവനോട് നീ എങ്ങനെയാ മോളെ ലവ് എന്നൊക്കെ പറയുന്നേ എന്ന് സുഭാഷ് പറഞ്ഞത് കേട്ട് ഗായത്രി പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താ ഏട്ടാ ഇത്, ഞാൻ സംസാരിച്ചോളാന്നു പറഞ്ഞതല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ അവനെ ഇടിക്കാൻ ചെല്ലുവാണ് സുഭാഷ് ഏട്ടൻ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എന്തുകൊണ്ടാ ഇത്രയും നാള് എൻ്റെ അടുത്ത് പറഞ്ഞില്ല? പിന്നെ ഞാൻ ആരാ നിങ്ങളുടെ? എന്നോട് എപ്പോഴും ചിരിച്ച് സംസാരിക്കും. ഗായു ഗായു എന്ന് ചെല്ലപ്പേരെ വിളിച്ചുകൊണ്ടിരുന്നേ. ലവ് ഇല്ലാതെ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് പോലും പറഞ്ഞില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് കരയുവാണ് ഗായത്രി. അവൻ ചെയ്ത തെറ്റിന് ഞാൻ മോളോട് സോറി പറയാം എന്ന് സുഭാഷ് പറയുമ്പോൾ എന്നോട് ഇക്കാര്യം മറച്ചു വെച്ചില്ലേ? ആദ്യം തന്നെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയാറുന്നില്ലേ? എല്ലാം മറച്ചു വെച്ച് എന്നെ നന്നായി പറ്റിച്ചു എന്ന് പറഞ്ഞ് ഗായത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എടാ വിവരമില്ലാത്തവനെ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടാന്ന്. ഇതെല്ലാം നിധി കണ്ടിരുന്നെങ്കിലേ നിന്റെ അവസ്ഥ എന്താകും? നിന്റെ കല്യാണം കഴിഞ്ഞ കഥ നീ എന്തിനാ ഗായത്രിയുടെ അടുത്ത് മറച്ചു വെച്ചത്? അത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ആ പെണ്ണ് പാവം എത്ര കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞ് സുഭാഷ് ദേഷ്യപ്പെടുവാണ്. ഞാൻ അങ്ങനെയൊന്നും അവളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല ഏട്ടാ, ഫ്രണ്ട്സായിട്ടാ കണ്ടത് എന്ന് സുധീഷ് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ നിനക്കെന്തിനാടാ ഇങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട്? ആ പെണ്ണ് പറഞ്ഞല്ലോ നീ ചിരിച്ചാ സംസാരിച്ചെന്ന്. അങ്ങനെയല്ലേ ആ പെണ്ണിന്റെ അടുത്ത് നീ പെരുമാറിയത്? നിനക്കെന്താ അറിവില്ലേ? ആ പെണ്ണ് സങ്കടത്തിൽ പോയി എന്തെങ്കിലും അവിവേകം കാണിച്ചാലേ അവളുടെ ശാപം നിന്റെ തലയിൽ വന്നു ചേരും എന്ന് മറുപടി കൊടുത്ത് സുഭാഷേട്ടൻ പോയി. ബസ് സ്റ്റോപ്പിൽ ചെന്ന് ആ പെണ്ണിനെ ആശ്വസിപ്പിക്കുവാണ് സുഭാഷേട്ടൻ. അതേസമയം നികേഷ് ഉടനെ ഓഫീസിൽ പോയിരിക്കുന്ന നിധിയെ കോൾ ചെയ്തു. ഏട്ടത്തി, ഈ വീട്ടിൽ ആകെ സീനായി. ഗായത്രി ഇവിടെ വന്നു. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതെല്ലാം അവൾ എങ്ങനെയോ അറിഞ്ഞു. ആ പെണ്ണാകെ സീരിയസ് ആയിരുന്നു. എല്ലാം ഏട്ടന്റെ തെറ്റാണ്. കല്യാണം കഴിഞ്ഞ കാര്യം ഗായത്രിയുടെ അടുത്ത് പറഞ്ഞതേ ഇല്ലല്ലോ. അതറിയാതെയാണ് ആ പെണ്ണ് സുധീഷ് ഏട്ടനെ ലവ് ചെയ്തത്. അങ്ങനെ സംഭവിച്ചതെല്ലാം നികേഷ് നിധിക്ക് പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ട് നിധി, എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരൂ എന്ന്. വിട്ടേക്കടാ, പോട്ടെ, ഇതൊന്നും വേണ്ടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തതാ നിന്റെ ഏട്ടന്റെ തലയില്. പക്ഷെ അയാള് കേട്ടോ, ഭയങ്കര ലവ് ആയിരുന്നല്ലോ കായുമോളെ എന്ന് വിളിച്ച്. ഇപ്പോ കുറച്ച് അനുഭവിക്കട്ടെ. ആ പെണ്ണിനെ കൊണ്ട് തന്നെ നിന്റെ ഏട്ടന്റെ കല്യാണവും അങ്ങ് നടത്തി കൊടുത്തേക്കാം എന്ന് നിധി പറയുവാണ്. എന്താ ഏട്ടത്തി ഇത്, എന്താ ഈ പറയുന്നേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ
അതെടാ, നിന്റെ ഏട്ടൻ ചെയ്ത തെറ്റിന് അദ്ദേഹം തന്നെ അനുഭവിക്കണം. വെറുതെ പോയി ലവ് ചെയ്യാൻ പോയതല്ലേ. സുധീഷ് എന്താ ചെറിയ പയ്യനാണോ? ഈ പ്രശ്നം സുധീഷ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യട്ടെ. എനിക്ക് ഇതിലിടപെടാൻ പറ്റില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. നീ ഫോൺ വെച്ച് നിന്റെ ജോലി ചെയ്യ് എന്ന് പറഞ്ഞ് നിധി കട്ട് ചെയ്ത് പോവാണ്.